ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, അപ്പച്ചാ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പച്ചാ ഒരു പ്രാവശ്യം കൂടെ നിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും എല്ലാവരും നിന്റെ തൃപ്പാദത്തിൽ കൊണ്ടുവയ്ക്കുവാനും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാനും ഇങ്ങനെ ഒരു സമയം അവിടെ നീ തന്നനായി സ്തോത്രം. കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായിരുന്ന് അനേക കുഞ്ഞുങ്ങൾ ഈ പ്രാർത്ഥനയിലുണ്ട് കർത്താവെ. കണ്ണുനീരോടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുന്നവരുണ്ട് കർത്താവെ. ആശ്വാസത്തിന് വേണ്ടി, ഒരു സമാധാനത്തിന് വേണ്ടി, ഒരു വാക്ക് എനിക്ക് ലഭിക്കുമോ എന്ന് കർത്താവെ കാത്തിരിക്കുന്നവർ ഒത്തിരി പേരുണ്ട് അപ്പച്ച, ഒത്തിരി പേരുണ്ട്. എപ്പോൾ നേരം വെളുക്കും, എപ്പോൾ ഈ വാക്ക് എൻ്റെ കാതിൽ കേൾക്കുമെന്ന് ദാഹത്തോട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ അനേകരുണ്ട് അപ്പച്ച. അവരെല്ലാം നിന്റെ തൃപ്പാദത്തിൽ കൊണ്ടുവയ്ക്കുന്നു, അവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ദയവും ദൈവത്തിൻ്റെ കരുണയും നിന്റെ തിരുസാന്നിധ്യവും നിന്റെ വഴി നടത്തുന്നതിലും നിന്റെ കുഞ്ഞുങ്ങൾ ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരുത്തരെ ഉപേക്ഷിക്കരുത്, ഒരുത്തരെയും മറക്കരുത്, ഒരുത്തരെയും കൈവിടരുത്, ഒരുത്തരെയും തള്ളിക്കളയരുത്. എല്ലാവരെയും തൃപ്പാദത്തിൽ കൊണ്ടുവന്ന് വയ്ക്കുന്ന യേശുവച്ച ഇന്നേക്ക് പകൽക്കാലം അവരുടെ ആവശ്യങ്ങളുടെ എല്ലാ മുഖത്ത് സ്വർഗത്തിന്റെ കരമിരിക്കണം. ഒരാപത്തോ അനർത്ഥമോ അപകടങ്ങളോ ഒരു കുറ്റവും ഒരു വേദനയും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വരുവാൻ ദൈവം തമ്പുരാൻ സമ്മതിക്കരുത്. വേലയ്ക്ക് പോകുന്നിടത്തില്, തിരിച്ചു വരുന്നിടത്തില്, പഠിക്കാൻ പോകുന്നിടത്തില് കർത്താവ് എന്തെന്ത് കാര്യങ്ങൾ നിന്റെ കുഞ്ഞുങ്ങൾ യാത്ര ചെയ്യുന്നു, കർത്താവ് കടന്നു പോകുന്നു, അവിടെ എല്ലാം വാഹനം ഓടിക്കുന്നവരുണ്ട്, പലവിധപ്പെട്ട ഫ്ലൈറ്റ് ഓടിക്കുന്നവരുണ്ട് പറ്റ, ട്രെയിന്, കാറ്, ബസ്, ലോറികൾ, പലവിധ വാഹനങ്ങൾ ഓടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവ്. അപകടമേറിയ ഉലകത്തിലാണ് ഞങ്ങളിത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവ്. ഓരോ ദിവസങ്ങളും കാണുന്ന ന്യൂസുകൾ ഞങ്ങൾ കാണുമ്പോൾ, ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ കാണുമ്പോൾ കർത്താവ് ഒരു പേടി, ഭയം എല്ലാവരെയും കർത്താവെ നടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ഭയങ്കരമായ ഈ ലോകത്തിൽ ഇത്രത്തോളം ഞങ്ങൾ നടത്തിക്കൊണ്ട് വന്നു. ഇന്നും ഞങ്ങൾ നടത്തുവാൻ ശക്തനായിരിക്കാതെ സ്തോത്രം. ഈ പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും രക്തത്താല മുദ്രയിട്ട് അവരെ അനുഗ്രഹിക്കണമേ. ഒരുത്തർക്കും ഒരാപത്തോ അനർത്ഥങ്ങളോ വരുവാൻ എൻ്റെ ദൈവം ഒരുപോതും അനുവദിക്കരുത് അപ്പച്ച. എല്ലാവരെയും രക്തക്കോട്ടയ്ക്കുള്ള നിന്റെ കരത്താൽ മൂടി കാത്ത് സൂക്ഷിച്ച് ബലപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് അപ്പച്ചന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു. കണ്ണുനീര്, വേദനകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, നെടുവീർപ്പുകൾ, രോഗങ്ങൾ, മരണഭയങ്ങൾ, മരണത്തിന് നിമിത്തം ഉണ്ടാകുന്ന ദുഃഖങ്ങൾ, മുറിവുകൾ എല്ലാം എൻ്റെ കർത്താവ് പൊറിപ്പിക്കണം, ആശ്വാസം കൊടുക്കണം. എവിടെല്ലാം ദൈവത്തിന്റെ കരം ചലിക്കണം, പ്രവർത്തിക്കണം, അവിടെ എല്ലാം പ്രവർത്തിക്കണമെന്ന് അപ്പച്ചന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അടിയനെ ബലപ്പെടുത്തിക്കാട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. MAG ഗോസ്പൽ വോയിസ് മൂലമായി ഇന്ന് എന്നോടുള്ള പ്രാർത്ഥന അത് രാവിലെ സമയത്ത് അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവം നിങ്ങൾ നടത്തിടത്തോളം നടത്തി ഇനി നടത്തുവാൻ കർത്താവ് ശക്തനാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മുഖത്ത് അപ്പച്ചൻ കൂടെ ഉണ്ടായിരിക്കും. ഭയപ്പെടേണ്ട, പരിഭ്രമിക്കേണ്ട. ദൈവം നിങ്ങളെ അത്ഭുതകരമായി നടത്തും. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ചിട്ട് 1181 ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് 2 ദിനവൃത്താന്ത പുസ്തകം 32 അധ്യായത്തിന്റെ 7ഉം 8ഉം വാക്യമാണ്. 2 ദിനവൃത്താന്ത പുസ്തകം 32 7ഉം 8ഉം വാക്യം. അവിടെ പറയുന്ന 7ആം വാക്യം പറയുന്നത്, ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിപ്പീൻ. ദൈവം പറയാണ്, ഇന്ന് അനേകർ നിങ്ങൾ പതറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. പല വിഷയത്തിന്റെ മുഖത്ത് നിങ്ങൾ ചെതറി കാണുമായിരിക്കും, മനസ്സ് കലങ്ങി കാണുമായിരിക്കും, നിങ്ങളുടെ സമാധാനം എല്ലാം നഷ്ടപ്പെട്ട് എന്തോ നിങ്ങൾ വെപ്രാളത്തോടെ ഇരിക്കുകയായിരിക്കും. ഇവിടെ പറയുന്നത് ഉറപ്പും ധൈര്യമുള്ളവരായിരിപ്പീൻ. അശ്ശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷന്മാരെയും ഭയപ്പെടരുത്, നിങ്ങൾ ഭ്രമിക്കുകയും അരുത്. അവനോട് കൂടെ ഉള്ളതിലും വലിയൊരുവൻ നമ്മോട് കൂടെ ഉണ്ട്. അവനോട് കൂടെ ഉള്ളതിലും വലിയൊരുവൻ നമ്മോട് കൂടെ ഉണ്ട്. അവസാനം പറയുന്നുണ്ട്, അവനോട് കൂടെ മാംസഭുജമേ ഉള്ളൂ, നമ്മോട് കൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും, നല്ല ശ്രദ്ധിക്കണം, ദൈവത്തിന് സ്തോത്രം, നമ്മളെ സഹായിക്കുവാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ ഉണ്ട് എന്ന് പറഞ്ഞു. ജനങ്ങൾ യഹൂദ രാജാവായ എസെക്കിയേൽ രാജാവിന്റെ വാക്കുകളിൽ ആശ്രയിച്ചു. ഇവിടാണ് വിഷയം ഇരിക്കുന്നത്. കണ്ടോണം, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അശ്ശൂർ രാജാവും അവനോട് കൂടെ എണ്ണുവാൻ കഴിയാത്തൊരു വലിയ പടയും എഴുന്നേറ്റ് വരികയാണ് ഇസ്രായേൽ ജനങ്ങളെ നശിപ്പിക്കാൻ. ആ ജനങ്ങളെ കണ്ട് ഇവരെല്ലാം പേടിച്ച് വിറച്ചു നിൽക്കുകയാണ്. അവിടെ ധൈര്യം നഷ്ടപ്പെട്ടു പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവനോട് കൂടിയിരിക്കുന്ന കൂട്ടം നമ്മുടെ കൂടെ ഇല്ല. അവന്റെ ആയുധങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. അത് ഭയങ്കര പടബലമാണ്, ഭയങ്കര ശക്തിയോടാണ്. ഒരു കണ്ണുമൂടി അടയ്ക്കുന്നതിന് മുന്നേ ഒരു സെക്കൻഡിനുള്ള എല്ലാവരെയും ക്ലോസ് ചെയ്യக்கூடிய ഒരു ശക്തിയേറിയ ഒരു ടീമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ஆனால் അവിടെ ദൈവത്തിന്റെ മനുഷ്യൻ എസെക്കിയേൽ രാജാവ് വിളിച്ചു പറയാണ്, ഉറപ്പും ധൈര്യമുള്ളവരായിരിപ്പീൻ, ഉറപ്പും ധൈര്യമുള്ളവരായിരിപ്പീൻ. അശ്ശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്.
അവനെ കണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട. അവനോട് കുടിക്കുന്ന വലിയൊരു കൂട്ടം വരുന്നല്ലോ, കണ്ട് നീ ഭയപ്പെട വേണ്ട. അവന്റെ ആയുധങ്ങളോ പീരങ്കിയോ ഒന്നും കണ്ട് നീ ഭയപ്പെട വേണ്ട എന്ന് പറയാൻ കാരണമുണ്ട്. നിങ്ങൾ ഭ്രമിക്കരുത്. അവനോട് കൂടെ ഉള്ളതിലും വലിയൊരുവൻ, അവനോട് കൂടെ ഒത്തിരി പേരാണ്, എണ്ണാൻ വയ്യ, നമുക്കൊടുത്ത് ഒരുത്തനാണ്. വലിയൊരുവൻ നമ്മോട് കൂടെ ഉണ്ട്. അവനോടുകൂടെ മാംസഭുജമേ ഉള്ളൂ, നമ്മോട് കൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്കൂടെ ദൈവമുണ്ട്. നിങ്ങളുടെ ഭവനത്തിൽ ദൈവമുണ്ട്. നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. നിങ്ങളുടെ വിഷയത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങളല്ല, ദൈവമാണ്. നിങ്ങളൊരു വക്കീലിനെയല്ല നിർത്തിയിരിക്കുന്നത്, ഒരു പോലീസിനല്ല നിർത്തിയിരിക്കുന്നത്, 4 പേരെ അടിക്കാൻ വേണ്ടി അടിയാൾക്കളല്ല കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ദൈവമാണ് നിനക്ക് മുന്നാകെ നിൽക്കുന്നത്. അശ്രുവിനും അവനോടിരിക്കുന്ന എണ്ണാൻ കഴിയാത്തതുപോലാണ് വരുന്നത്. ഭയങ്കര പടബലമാണ്, ഭയങ്കര പണബലമാണ്, ഭയങ്കര രാഷ്ട്രീയമാണ്. അവന് സഹായത്തിനു വേണ്ടി വലിയ പടകൾ പുറകെ ഉണ്ട്, എല്ലാ ആയുധങ്ങളുണ്ട്, ഭയങ്കര ബീരങ്കികളുണ്ട്, ഭയങ്കര സേനയായിട്ട് അലറി സുനാമി പോലാണ് ചീറി പാഞ്ഞിങ്ങോട്ട് വരുന്നത്. പക്ഷേ അപ്പോൾ ദൈവ മനുഷ്യൻ പറയാണ്, ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക, ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. കർത്താവിന്റെ സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളെ തകർക്കുവാൻ വരുന്ന, നിങ്ങളുടെ ഭവനത്തെ തകർക്കുവാൻ വരുന്ന, നിങ്ങളുടെ സന്തോഷത്തെ, സമാധാനത്തെ, ആരോഗ്യത്തെ, നിങ്ങളുടെ ജോലിയെ, നിങ്ങളുടെ വരുമാനത്തെ, നിങ്ങളുടെ തൊഴിലെ, നിങ്ങളുടെ ശുശ്രൂഷയെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളെ നശിപ്പിച്ച് തകർക്കുവാൻ വരുന്ന ഈ അശ്രുവിനെയും അവനോട് കുടിക്കുന്നതിനെ കണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങൾ ഭയപ്പെടണ്ട. അവനോടിരിക്കുന്നത് മാംസപ്രിയമാണ്, നമ്മോടിരിക്കുന്നത് സർവ്വബലമുള്ള ദൈവമാണ്. നിങ്ങൾ വിശ്വസിക്കണം. അന്ന് ദാവീദ് ആ ഗോലിയാത്തിനെ കണ്ട് ധൈര്യത്തോടല്ലേ പോയത്? നീ ആരെ നിന്ദിക്കുന്നു, അവന്റെ നാമത്തിൽ ഞാൻ വരുന്നു പറഞ്ഞല്ലേ പോയത്. ഒറ്റയ്ക്കല്ലേ പോയത്. ഒരു യൂണിഫോം ഒന്നും ഇല്ലല്ലോ, ആയുധമൊന്നും ഇല്ലല്ലോ. അവന്റെ സാധാരണ ഒരു കവണ എടുത്തോണ്ടല്ലേ പോയത്. എന്തുകൊണ്ട്? അവനോടുകൂടെ ദൈവമില്ല. ആരോടുകൂടെ? ഗോലിയാത്തിനോട് ദൈവമില്ല. ഗോലിയാത്തിന്മേൽ അഭിഷേകമില്ല. ഇവന്റെ അഭിഷേകമുണ്ട്, ദൈവമുണ്ട്. ഒരു വലിയ സേനയെക്കാട്ടിലും വലിയവൻ ദാവീദിന്റെ കൂടെ. അതാ ആരുടെ നാമത്തിൽ നീ ആരെ നിന്ദിക്കുന്നോ അവന്റെ നാമത്തിൽ വരുന്ന, അവന്റെ നാമത്തിൽ, ഒരുത്തന്റെ നാമത്തിലാണ് വരുന്നത് എന്നും പറഞ്ഞാ പോയത്. അന്ന് ശാദ്രാക് മേശക് അബേദ്നെഗോവും നേബൂഖദ്നേസരോട് എന്താ പറഞ്ഞത്? നിന്നെ ഞങ്ങൾ ആരാധിക്കും, നിനക്ക് ഞങ്ങൾ മറുപടി പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം നിന്റെ കൈക്കും ഈ തീച്ചുളയ്ക്കും വിടുവിക്കുവാൻ ശക്തനാണ്. വിടുവിച്ചില്ലെങ്കിലും ഞങ്ങളൊന്നും ഇതിനങ്ങോട്ട് തലവണങ്ങാൻ പോകുന്നില്ല. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. ദാനിയേലിന്റെ ചരിത്രമല്ല നമ്മൾ കടന്ന ദിവസങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ദാനിയേൽ ഒറ്റയ്ക്കല്ല നിന്നത്, എല്ലാവരും ഒന്ന് ചേർന്ന് വന്നില്ലേ. പക്ഷെ ആളുടെ പൊയ്യമ്മ വലിയ പൊയ്യം? ദാനിയേലിന്റെ പൊയ്യമ്മ, അവനോടിരുന്ന പൊയ്യമ്മ. ഇടപെടാமல் ആരാധിക്കുന്ന ദൈവം അവനെ വിടുവിച്ചു. അങ്ങനെങ്കിൽ ഇന്ന് ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ പല വിഷയത്തിന്റെ മുഖത്ത് പതറിയിരിക്കുന്നു, കലങ്ങിയിരിക്കുന്നു. നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ വേറൊരു വാക്കുമില്ല. നിങ്ങളുടെ മുറിവുകളെ പൊറിപ്പിക്കുവാൻ ഇവിടെ വേറെ ഒന്നുമില്ല. നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ വേറെ ഒന്നുമില്ല. ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നിലൂടെ നിങ്ങൾക്ക് ഈ ദൂത് കൊടുക്കുകയാണ്, നിങ്ങളെ ബലപ്പെടുത്താൻ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കണം, കർത്താവ് നിങ്ങളെ എന്തുമാത്രം സ്നേഹിക്കുന്നു, എന്തുമാത്രം ദൈവം നിങ്ങളുടെ മേൽ കണ്ണ് വെച്ചിരിക്കുന്നു, എന്തുമാത്രം ദൈവം നിങ്ങളെ കുറിച്ച് പല പ്ലാനിങ് വെച്ചിരിക്കുന്നുള്ളത് ഇതിലൂടെ നിങ്ങൾ ബോധ്യപ്പെടണം. ഓ, ഇത്രമാത്രം ദൈവത്തിന് എന്നോട് സ്നേഹമാണോ, ഞാൻ ഇത്രയൊന്നും കരുതിയില്ല, ഇത്രയും എന്നെ ദൈവം കാത്തു സൂക്ഷിക്കും, ഇത്രയും എന്നെ പരിപാലിക്കും, ഇത്രയും എനിക്ക് മതിയാവണമെന്നുള്ളത് ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ എന്റെ ദൈവം എന്നെ ഇത്രത്തോളം നടത്തിയല്ലോ. എന്താ പറയുന്നത്? ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. ഏത് വിഷയം വന്നാലും, തലവെട്ടാൻ വരുന്നുണ്ടോ ഭയപ്പെടാതെ, എല്ലാം നശിക്കുന്നു ഭയപ്പെടാതെ, എല്ലാം തകർന്ന് ഭയപ്പെടാതെ, എല്ലാരും കൈവിട്ട് ഭയപ്പെടാതെ, ഒറ്റയ്ക്കേ ഉള്ളോ ഭയപ്പെടാതെ, ഉറപ്പും ധൈര്യമുള്ളവനായിരിപ്പീൻ. അശ്ശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്, ഭയപ്പെടരുത്. നിങ്ങൾ ഭ്രമിക്കരുത്. അവനോട് കൂടെ ഉള്ളതിലും വലിയൊരുവൻ നമ്മോട് കൂടെ ഉണ്ട്. അവനോട് കൂടെ മാംസ ഭുജമേ ഉള്ളൂ, നമ്മോട് കൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായി യഹോവ ഉണ്ട് എന്ന് ജനങ്ങളോട് എന്ന് പറഞ്ഞു. ജനം യഹൂദ രാജാവായ എസെക്കിയേൽ രാജാവിന്റെ വാക്കുകളിൽ ആശ്രയിച്ചു. നിങ്ങൾ ഈ വാക്കിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, ഈ ദൂത് എനിക്ക് വേണ്ടിയാണ്, ദൈവം അയച്ചതാണ്, ദൈവം എന്നെ വിടുവിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്, എന്റെ പ്രശ്നത്തിന് പരിഹാരം ഇന്നുണ്ട്, ദൈവത്തിന്റെ വലിയ കരം എന്നോട് കൂടെ ഉണ്ട്, മാംസപ്രിയമല്ല ദൈവമാണ് എന്നുള്ള ബോധ്യതയുള്ളവർക്ക് ഇന്ന് വിടുതലെ കർത്താവ് തരും.
നിങ്ങളെ ദൈവം കൈവിടത്തില്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഈ നല്ല സമയത്തെ ഒത്തപിച്ച തിരുമനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ പാദപീഠത്തിൽ ഒരു പ്രാവശ്യം കടന്നു വരുവാനും നിന്നെ ഒന്ന് സ്തുതിക്കുവാനും നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും തകർന്ന് തരിപ്പണമായി എന്ത് ചെയ്യണമെന്ന് വഴിമുട്ടിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ ദൂത് കൊടുക്കുവാൻ ദൈവം അതിനെ ശക്തീകരിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ. ഇങ്ങനൊരു പ്രഭാതം ഞങ്ങൾക്ക് തന്നല്ലോ. ഇന്നത്തെ പകൽക്കാലം ഞങ്ങൾ കർത്താവെ നേരിടാൻ വരുന്ന ഓരോ പ്രതിസന്ധികൾ, ശത്രുവിന്റെ കാര്യങ്ങൾ, ഇന്ന് എന്ത് ചെയ്യുന്നറിയാതെ കർത്താവെ കണ്ണ് തള്ളി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, കതറിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, കരം വിരിച്ചു നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, എങ്ങോട്ട് പോകണം, ആരിടത്തിൽ പോകണം, ആരെന്നെ സഹായിക്കും, ആരെനിക്ക് ആശ്വാസം പറയും, ആരെന്നെ ധൈര്യപ്പെടുത്തും, ആരെനിക്ക് കൂടെ നിൽക്കും, ആരെന്നെ സഹായിക്കും എന്നുള്ള ആ വേദനയോട്, നൊൻപലത്തോട് മുറിഞ്ഞു കിടക്കുന്ന ഹൃദയങ്ങൾ, തകർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ഭവനങ്ങൾ ദൈവത്തിന് ഈ ദൂത് മൂലമായി അവരെ ധൈര്യപ്പെടുത്താനായി സ്തോത്രം. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാൻ നീ പറഞ്ഞല്ലോ. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം സ്റ്റഡിയാകട്ടെ പച്ച. ഒരു ഉറപ്പും ധൈര്യവും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വരട്ടെ പച്ച. ഈ ലോകത്തിലേക്കിനേക്കാളും വലിയവൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആ ബോധ്യത നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് വരട്ട് കർത്താവേ. എൻ്റെ ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം, ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം, ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. അന്ന് ദാനിയേൽ, ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം എന്നെ വിടുവിക്കുവാൻ ശക്തനെന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ നിന്റെ കുഞ്ഞുങ്ങൾ ഈ വാക്ക് ഉപയോഗിക്കട്ടെ പച്ച. എന്നോട് കൂടെ ഇരിക്കുന്നവൻ അസുരനോട് ഇരിക്കുന്നതിനേക്കാളും വലിയവനാണ്. ആ വലിയൊരു കൂട്ടത്തിലേക്കാട്ടിലും വലിയവനാണ് എന്നോട് കൂടെ ഇരിക്കുന്നത്. അവൻ്റെ ഇരിക്കുന്ന മാംസപുയം, എന്നോടിരിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ കരം. ദൈവമാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ തകരത്തില്ല, ഞാൻ നശിക്കത്തില്ല, ഞാൻ തകർന്നു പോകത്തില്ല, ഞാൻ കൈവിട്ട് പോകത്തില്ല. എൻ്റെ ദൈവം എനിക്ക് സഹായത്തിനുണ്ട്, എൻ്റെ ദൈവം എനിക്ക് കൂട്ടിനുണ്ട്, എൻ്റെ ദൈവം എനിക്ക് തുണയ്ക്കുണ്ട്. ഞാൻ പേടിക്കയില്ല. എൻ്റെ ഓരോ വിഷയങ്ങളുടെ മുഖത്തും ഇന്ന് കർത്താവ് എനിക്ക് അത്ഭുതം ചെയ്യും. എനിക്ക് വരുന്ന നന്മകളെ തടുക്കാനോ, എനിക്ക് വേണ്ടി തുറക്കുന്ന വഴിയെ അടയ്ക്കാനോ, എനിക്ക് വേണ്ടി വരുന്ന എല്ലാ അനുഗ്രഹത്തെയും ഞാൻ അനുഭവിക്കാതെ തടുത്തു നിർത്താനോ, എൻ്റെ സമാധാനത്തെ നശിപ്പിക്കാനോ, എൻ്റെ സന്തോഷത്തെ തകർക്കാനോ, എൻ്റെ ഭവനത്തെ നശിപ്പിക്കാനോ, എൻ്റെ ജോലിയെ നശിപ്പിക്കാനോ, എൻ്റെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാനോ, എൻ്റെ ശുശ്രൂഷയെ നശിപ്പിക്കാനോ, എൻ്റെ ജീവനെ എടുക്കാനോ ഈ ലോകത്തിൽ ഒരുത്തിനും അധികാരമില്ല. ഞാൻ വിളിക്കുന്ന എൻ്റെ ദൈവം അതേ ശക്തനാണ്, അതേ മാംസപുയമല്ല, ശക്തനാണ്, വിടുവിക്കാൻ മതിയായവനാണ്, രക്ഷിക്കാൻ മതിയായവനാണ് എന്നുള്ള ബോധ്യത ഇപ്പൊ ഞങ്ങൾക്ക് നീ തരുന്നതിനായി സ്തോത്രപിച്ച. ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ഈ വാക്കുമൂലം നീ ബലപ്പെടുത്തിക്കാട്ട്, അവരുടെ ബലഹീനത്തെ മാറ്റിക്കാട്ട്, ധൈര്യത്തെ കൊടുത്താട്ട്, അവരുടെ വിശ്വാസ കണ്ണുകൾ തുറന്നാട്ട് ദൈവത്തിന്റെ വലിയ കരം, വലിയ അത്ഭുതം ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. ഇരിക്കുന്ന ഭയങ്ങളെല്ലാം കൊണ്ട് മാറട്ടെ പച്ച. പല ഭയങ്ങളാണ്, പലവിധ ഭയങ്ങളാണ്. ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ പല രോഗങ്ങൾ കാണും, അതേ കണ്ട് നിങ്ങൾ ഭയപ്പെടുന്നു. നിങ്ങളുടെ ശരീരത്തിൽ പല ബലഹീനങ്ങൾ കാണും, അതേ കണ്ട് ഭയപ്പെടുന്നു. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലം കാണും, അതേ കണ്ട് ഭയപ്പെടുന്നു. നിങ്ങൾക്ക് ഒത്തിരി കടബാധ്യത കാണും, അതേ കണ്ട് നിങ്ങൾ ഭയപ്പെടുന്നു. നിങ്ങൾക്ക് ഒത്തിരി ശത്രുക്കൾ കാണും, അതേ കണ്ട് ഭയപ്പെടുന്നു. എല്ലാ വഴി നിങ്ങൾ കടഞ്ഞു കാണും, അതേ കണ്ട് ഭയപ്പെടുന്നു. അവിടെ ഇവിടെ ആരെങ്കിലും 4 പേര് നിങ്ങളെക്കുറിച്ച് കുറ്റമായി പറയുന്നുണ്ടായിരിക്കും, അതേ കേട്ട് നിങ്ങൾ ഭയപ്പെടുന്നു. ഡോക്ടറുടെ റിപ്പോർട്ട് കയ്യിൽ കിട്ടിക്കാണും, അതേ കണ്ട് ഭയപ്പെടുന്നു. വക്കീൽ നോട്ടീസ് വന്നു കാണും, അതേ കണ്ട് ഭയപ്പെടുന്നു. ജപ്തി നോട്ടീസ് വന്നു കാണും, അതേ കണ്ട് ഭയപ്പെടുന്നു. എല്ലാ ഡോറും അടഞ്ഞു, അതേ കണ്ട് ഭയപ്പെടുന്നു. ഡോക്ടർ കൊടുത്ത നിർദ്ദേശം മരിക്കുന്നുള്ളതാണ്, അതേ കേട്ട് ഭയപ്പെടുന്നു. ചിലർ മരിക്കുന്നു, അതേ കണ്ട് അലറുന്നു. ഇങ്ങനെ പല രീതിയിൽ വേദനിച്ച് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവം വിളിച്ചു പറയുകയാണ്, ഉറപ്പും ധൈര്യമുള്ളവരായിരിപ്പേൻ. ഉറപ്പും ധൈര്യം, ഇവകൾക്കൊന്നും നിങ്ങൾ ഭയപ്പെടരുത്, ഇവകൾക്കൊന്നും നിങ്ങൾ ഭയപ്പെടരുത്. ഉറപ്പും ധൈര്യമുള്ളവരായിരിപ്പേൻ. നിങ്ങളെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റുമോ? കർത്താവിന്റെ കര ഇറങ്ങി വരുന്നുണ്ട്, കർത്താവിന്റെ മഹത്വം നിങ്ങളെ വെളിപ്പെടുന്നുണ്ട്. ദൈവ സമാധാനം നദി പോലെ അലയലയായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, ഭവനത്തിലേക്ക് വരുന്നുണ്ട്. ദൈവ സമാധാനം ഒരു മേഘം പോലെ നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നുണ്ട്. ദൈവത്തിന്റെ കരം അതേ ഒരു അത്ഭുത പുഞ്ചമായി, അത്ഭുതകരമായി നിങ്ങളുടെ അരികത്തേക്ക് വരുന്നുണ്ട്. വിടുതലിന്റെ കരം, രക്ഷയുടെ കരം, മഹത്വത്തിന്റെ കരം നിങ്ങളെ താങ്ങി പോഷിപ്പിച്ച് നിങ്ങൾ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിന്റെ ഒരു വലിയ കരം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നുണ്ട്. ഭയപ്പെടേണ്ട, ധൈര്യമായിരിപ്പീൻ, ഭ്രമിക്കണ്ട, ധൈര്യമായിരിக்கிறേൻ. അവനോടിരിക്കുന്നത് മാംസപുയം, നമ്മോടിരിക്കുന്നത് മാംസപുയമല്ല. ലോകത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, പിശാചെ ജയിച്ചവൻ, സകലത്തിന്റെയും അധികാരം ഉള്ള സർവശക്തനായ ദൈവമാണ് നമ്മോട് കൂടെ ഇരിക്കുന്നത്. ധൈര്യപ്പെടുവേൻ, വിശ്വാസത്തിൽ ബലപ്പെടുവേൻ, പതറരുത്, കലങ്ങരുത്, നശിക്കരുത്, തരിപ്പണമാകരുത്, കൈവിട്ട് നിങ്ങൾ പോകത്തില്ല. കർത്താവേ, ഇന്ന് നീ ജപത്തിരിക്കുന്ന ഓരോ നിന്റെ കുഞ്ഞുങ്ങളെയും ഈ വചനത്തിലൂടെ നീ ബലപ്പെടുത്തിക്കാട്ട്, ധൈര്യം കൊടുത്താട്ട്. അവരുടെ വിഷയങ്ങൾ ഏതായിക്കൊള്ളട്ടെ പച്ച, അതിന്റെ മേൽ കർത്താവ് മറുപടി കൊടുക്കണോ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണോ, മറുപടി കൊടുക്കണം. അവരെ ആശ്വസിപ്പിക്കണം, അവരെ ബലപ്പെടുത്തണം, അവരുടെ മുറിവുകളെ പൊറിപ്പിക്കണം, കണ്ണുനീരൊന്ന് തുടയ്ക്കണം. ആശ്വാസത്തിന്റെ കരം
കരം നിന്റെ കുഞ്ഞുങ്ങളോട് ഇപ്പൊ ഒന്ന് വെളിപ്പെടുത്ത അപ്പച്ച. നീ ഒന്ന് കൂടെ ഇരിക്കണമേ, ഒന്ന് കൂടെ പോകണമേ, ഒന്ന് കൂടെ ചെല്ലണമേ. അവര് വിറച്ച് പേടിച്ചിരിക്കുന്ന അപ്പച്ച. എന്ത് ചെയ്യുന്ന അറിയത്തില്ല അപ്പച്ച. മറ്റുള്ളവരെ കണ്ട്, മറ്റുള്ള റിപ്പോർട്ടുകളെ കേട്ട്, ഓരോ സംഭവങ്ങൾ കണ്ട് വിറച്ചുകൊണ്ടിരിക്കുന്ന ബച്ച. അവിടുന്ന് പോണേ, ഒന്ന് ധൈര്യപ്പെടുത്തണമേ. എസെക്കിയേൽ രാജാവ് മൂലമായി സംസാരിച്ചതുപോലെ അടിയനും കൊടുക്കുകയാണ് അവർക്ക് ഈ ആലോചന. ഉറപ്പും ധൈര്യമുള്ളവരായിരിപ്പീൻ. അശ്രു രാജാവിനെയും അവനോട് കൂടെ ഉള്ള പുരുഷാരത്തെയും ഭയപ്പെടരുത്, ഭയപ്പെടരുത്. ഈ കാര്യങ്ങളൊന്നും കണ്ട് ഭയപ്പെടരുത്. അവനോടിരിക്കുന്നത് മാംസപുയമാണ്, നമ്മോടിരിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ആ ദൈവം നിങ്ങളെ ഒരു നാൾ ഉപേക്ഷിക്കത്തില്ല, മറക്കത്തില്ല, കൈവിടത്തില്ല. നിങ്ങളുടെ മുറിവുകളെല്ലാം പൊറിപ്പിക്കും, കണ്ണുനീരെല്ലാം തുടയ്ക്കും. ആശ്വാസം നിങ്ങൾക്ക് നദി പോലെ വരും, സമാധാനം നദി പോലെ വരും. നിങ്ങളുടെ ആവശ്യങ്ങളുടെ എല്ലാ മുഖത്ത് സ്വർഗത്തിന്റെ കലവറ തുറന്നിരിക്കുകയാണ്. അപ്പച്ചൻ ഒരു കാലത്തും നിങ്ങൾ ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല, മറക്കുകയില്ല, കൈവിടുകയില്ല. കർത്താവ് നിങ്ങളെ നാട്ടും, ദൈവം നിങ്ങളെ നടും, ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിക്കും, ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. ഒരനർത്ഥവും നിങ്ങൾക്ക് സംഭവിക്കത്തില്ല. ദീർഘ പ്രവചിച്ച് ഞാൻ പറയുകയാണ്, ദൈവത്തിന് ദൂത് പറയാണ്, ഒന്നും നിങ്ങളെ തകർക്കത്തില്ല, നശിപ്പിക്കും. ധൈര്യമായിരിക്കുക, ബലപ്പെടുക. കർത്താവെ, പ്രാർത്ഥന ഘടനായി സ്തോത്രം. ഈ ആലോചനയും ഈ പ്രാർത്ഥനയും ഏറ്റെടുക്കുന്ന, വിശ്വസിക്കുന്ന അത്ര കുഞ്ഞുങ്ങൾക്കും അത്ഭുതം പ്രവർത്തിച്ചാണ്. കരങ്ങളിലേക്ക് താഴ്ത്തുന്നു. വൻകാര്യത്തിൽ ചെയ്യുന്നു. സകല മഹത്വം തിരുമേനിക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നിശ്ചയം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ വാക്യങ്ങൾ വായിക്കുക, ബലപ്പെടുക, ധൈര്യപ്പെടുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.